ഗുഡ് മോർണിംഗ് ഓൾ. സ്റ്റാർട്ട് ചെയ്യാലേ സ്വപ്ന മാം? ഓക്കെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് സഫ്ന നസീഫ് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൈതപ്പോയിൽ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. വിംബിൾ അക്കാദമിയിലാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് വിംബിൾ അക്കാദമിക്കും ഇതിൽ ക്ലാസ് നടത്താൻ വേണ്ടി അവസരം തന്ന സജന മാമിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നതും ഇങ്ങനൊരു അവസരം ലഭിക്കാൻ പ്രധാനമായിട്ടും കാരണമായത് അൻസാർ സാറാണ്. ഞങ്ങളൊരു സൈക്കോളജി കൗൺസിലിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടി ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയി ഇതിലേക്ക് എത്തിച്ചതാണ്. സാറിന് ഞാൻ ഈ പ്രത്യേക അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ ഫവാസ് സാർ നിരന്തരം എന്നെ മോട്ടിവേറ്റ് ചെയ്യും, ക്ലാസ് എടുക്കാൻ ധൈര്യം തരികയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. സാറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ പവർ ഓഫ് ഡെയിലി സെൽഫ് എഡ്യൂക്കേഷൻ എന്നാണ്. സ്വയം വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. അപ്പോൾ തുടങ്ങല്ലേ? എല്ലാവരും ഇല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ വിംബിൾ അക്കാദമി മെയിൻ ഒരു ഉദാഹരണമാണ് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഡെയിലി നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയം എടുക്കുമ്പോൾ തലേ ദിവസം അതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് അറിയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ വരുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോ ദിവസവും അല്ലേ. അപ്പോൾ നമ്മളെ ഈ ഒരു ഡെയിലി സെൽഫ് എഡ്യൂക്കേഷന് പ്രധാനമായിട്ടൊരു ഉദാഹരണം നമ്മളെ ഈ ഒരു മോർണിംഗ് സർക്കിൾ തന്നെയാണ്. ഓരോ ദിവസം ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിയാത്തതും ചിലപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒരാൾ പറയുമ്പോഴും നമ്മൾ നല്ല ക്യൂരിയോസിറ്റിയോട് കൂടി വന്നിരിക്കുകയാണ്. അതുതന്നെ നമുക്ക് നമ്മുടെ സെൽഫ് എഡ്യൂക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ ദിവസവും രാവിലെ നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ദിവസേനയുള്ള നമ്മുടെ പഠനം ഒരു ദിവസം നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് സ്വയം എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ വേണ്ടി മാറ്റി വെക്കുക. എന്തെങ്കിലും ഒന്ന് അത് 5 മിനിറ്റ് വായിക്കുകയായാലും ഇനിയിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയാലും ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനോ ഒരു പക്ഷേ ചെറുതായിട്ടൊരു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും വർദ്ധിപ്പിക്കാനോ നമ്മൾ ദിവസം ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഇതാണ്. എന്നെപ്പറ്റി തന്നെ ഞാൻ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം എനിക്ക് നല്ല പേടിയുള്ളവരാണ്. 2 ആളുടെ മുന്നിൽ സംസാരിക്കാൻ നല്ല പേടിയാണ്, ടെൻഷനാണ്. പക്ഷെ എനിക്ക് ഒരു ധൈര്യം സ്വയം പറയുമ്പോൾ ഞാൻ നല്ല ധൈര്യശാലിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വീട്ടിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും അയൽവക്കത്തായാലും ഇനി വേറെ എവിടെയായാലും നല്ല ഉഷാറോടുകൂടി എല്ലാം സംസാരിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ ഒരു പേടി നല്ല ഉണ്ട്. സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ആ ഒരു പേടി നന്നായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതിനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈക്കോളജിയിൽ പറയുമ്പോൾ ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയും. അപ്പം എനിക്ക് എൻ്റെ പേടി അവിടെ പറയാറുണ്ട്. അപ്പം എനിക്കിങ്ങനെ പേടിയാണ് സംസാരിക്കാൻ. 4 ആളുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ പഠിച്ച കാര്യങ്ങളല്ലേ പറയാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതൊരു പ്രധാന വിഷയമാണ്. കാരണം മറന്നു പോകും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെ ആകെ സ്റ്റക്കായി പോകും. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഉഷാറാക്കി എടുക്കും. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഉഷാറായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ. അപ്പം ഞാനിതിൽ നിന്ന് എന്താ പഠിച്ചതെന്ന് വെച്ചാൽ ഇവരെന്നെ നിരന്തരം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ പഠിക്കുമായിരുന്നു. കാരണം എനിക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് പഠിക്കുക എന്നുള്ളത്, ഞാൻ എന്നെ തന്നെ പഠിക്കുക എന്ന് ഞാൻ ഇതിൽ നിന്ന് ആദ്യം ശ്രമിച്ച കാര്യം. കാരണം നമ്മൾ എന്താണ് എന്നുള്ളത് 2 തരത്തിൽ ഈ വിഷയം ഞാൻ നോക്കിയിട്ടോ. കാരണം ഇതൊരു ഔപചാരികമായിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു വിദ്യാഭ്യാസ രീതി സ്കൂളിൽ പോകുന്ന പോലെ അങ്ങനെ പഠിക്കുന്നതിൽ ഉപരി
നമ്മൾ ഡെയിലി ഓരോ വിഷയങ്ങൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്കില്ലും വർദ്ധിപ്പിക്കും. അത് ജോലിയിലാവട്ടെ, അതല്ലാതെ നമ്മുടെ പേഴ്സണാലിറ്റിയിലാവട്ടെ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും. അതുപോലെ തന്നെ അങ്ങനെയുള്ള രീതികളിലും പഠിക്കും. അതല്ലാതെ നമ്മൾ സ്വയം നമ്മുടെ സെൽഫിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്വയം എഡ്യൂക്കേഷൻ, നമ്മളെന്താണ് നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്താണ് ഒരു ദിവസം ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക. ഇപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ ആദ്യം സ്കൂളിലൊക്കെ പഠിച്ച് പല കാര്യങ്ങളും പഠിക്കുകയും അറിവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന അറിവ് വേറെയാണ്. നമ്മൾ ആദ്യം പഠിച്ചതൊന്നും ചിലപ്പോൾ ഒന്നുമല്ല, അപ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് എത്തുക. അതുപോലെ ആദ്യം ഒരു അമ്മയാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. അത് നമുക്കൊന്നും അറിയില്ല. പക്ഷെ ആദ്യത്തെ ആ കുട്ടി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ആദ്യത്തെ ആ കുട്ടിയിലൂടെ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും. ആദ്യത്തെ ആ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു അമ്മയായി, അപ്പോൾ ആ ഒരു കുട്ടിയിൽ നിന്ന് ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് രണ്ടാമതൊരു അമ്മയാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. അവിടെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എന്തെല്ലാം പഠിക്കുന്നു നമ്മൾ തന്നെ അറിയാതെ നമ്മൾ എല്ലാത്തിനും സ്വയം നമ്മൾ തയ്യാറെടുക്കും. അപ്പം അത് തന്നെ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ മാറ്റമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ പല കാര്യങ്ങളുണ്ട്. മണിക്കൂറുകൾ നീണ്ട ക്ലാസ്സുകൾ പോയി അറ്റൻഡ് ചെയ്യാനോ, അതുപോലെ പകരം മണിക്കൂറുകൾ നീണ്ട ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ ഒരു 15 മിനിറ്റ് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയോ അതല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വായിക്കുകയോ ചെയ്യുന്നത്, അത് നമ്മളൊരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക. അപ്പം തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു ലക്ഷ്യം നിശ്ചയിക്കണം. ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരു പഠനവും മുന്നോട്ട് പോകില്ല എന്ന് തന്നെ പറയാം. ഉദാഹരണം എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഒരു ലക്ഷ്യവും ഇല്ലാണ്ട് എന്തൊക്കെയോ ഓരോ ദിവസം ഓരോന്ന് പഠിക്കുമ്പോൾ മുന്നോട്ടൊരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഓരോന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അവസാനം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അത് കൃത്യമായി നിശ്ചയിച്ച് അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അത് ഓൺലൈനായാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമുക്കൊരു ദിവസം ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 10 പേജെങ്കിലും നമ്മളിങ്ങനെ നിശ്ചയിക്കുക, ഇന്ന് ഞാനൊരു 10 പേജ് വായിക്കും. അതെന്ത് തിരക്കായാലും അത് ഞാൻ വായിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നത് നമുക്ക് ഉണ്ടാവും മനസ്സിൽ. ഉറപ്പായിട്ട് ഇത് ഏത് ബുക്കായാലും ഏത് തരത്തിലായാലും ഒക്കെ. പിന്നെ അതുപോലെ ഇതിനൊരു സമയം കണ്ടെത്തുക. സ്വയം എഡ്യൂക്കേഷന് വേണ്ടി മറ്റുള്ള ജോലികളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ സ്വയം എഡ്യൂക്കേഷന് വേണ്ടി, നമ്മുടെ ഇത് വളർത്താൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. രാവിലെ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് എണീച്ച് നമുക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ആ ഒരു അവസരം നമ്മൾ മുതലെടുക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതിനെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ഒരു 15 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെക്കുക. അതുപോലെ ഈവനിങ്ങിൽ കഴിഞ്ഞില്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളൊരു പ്രത്യേക സമയം കണ്ടെത്തുക. പിന്നെ വ്യക്തമായ ലക്ഷ്യങ്ങളായിട്ട് വെക്കണം. അതിനൊരു സമയക്രമം കൊടുക്കണം. അതുപോലെ അതിലിരുന്ന് നമ്മളെ സ്വയം വിലയിരുത്തുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ തന്നെ നിൽക്കാതെ, നാളെ അതിപ്പോൾ നമ്മുടെ മോർണിംഗ് സർക്കിൾ ഉദാഹരണം പറഞ്ഞത്, നമ്മൾ നാളെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതായിരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. അത് തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യം, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഏത് വിഷയത്തിൽ ആര് ക്ലാസ് എടുത്താലും അതിലൊക്കെ അവർ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയും, നമ്മുടെ അനുഭവങ്ങൾ പറയും, പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചിലപ്പോൾ അറിയാതെ നമ്മളിങ്ങനെ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ എല്ലാം പറഞ്ഞു പോകും. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മറക്കൂല. ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. മറ്റുള്ളവരെ ഉണർത്താൻ കൂടി നമുക്കിതിലൂടെ സാധിക്കും. പിന്നെ എന്താ പറയുക, ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മളൊരു ദിവസം രാവിലെ നമ്മൾ എണീച്ച് ചെയ്യുന്ന ഹാബിറ്റുകൾ, പല്ല് തേക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കുന്നവർ, കഴിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ കാര്യങ്ങൾ ഡെയിലി ഹാബിറ്റായിട്ട് നമ്മുടെ ഈ ഒരു ശീലം നമ്മൾ ഡെയിലി നമുക്ക് നമ്മളെപ്പറ്റി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു അറിവിന് വേണ്ടി നേടുന്ന കാര്യങ്ങൾ
ഡെയിലി ഹാബിറ്റ് പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പുതിയ അറിവുകൾ ഓരോ ദിവസവും നമുക്ക് പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ വലിയ വലിയ വെല്ലുവിളികളെ നേരിടാനൊക്കെ പഠിക്കും. പിന്നെ ഒരുപാട് സ്ട്രഗിളൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ നമ്മൾ കിട്ടുന്ന പുതിയ അറിവുകൾ അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ ചിന്തിപ്പിക്കുക, അവരെ കൂടുതൽ ഇതിലേക്ക് അങ്ങനെ. ഞാനിപ്പോൾ ഈ സൈക്കോളജി ഇതിൽ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളും ഒരു പക്ഷേ അതേ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ അതൊക്കെ സഹിച്ച് മുന്നോട്ട് വന്നു. അപ്പോൾ അതേ അനുഭവം വെച്ച് അവരൊക്കെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ ഇതുപോലെയുള്ള ഓരോ ഡെയിലി നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും അത് മനസ്സിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ സാധിക്കാറുണ്ട്. പിന്നെ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും അതുപോലെ പറഞ്ഞു കൊടുക്കാനും സാധിക്കാറുണ്ട്. അതൊക്കെ വിജയിക്കാറുണ്ട്. ഒരു 90% വരെ വിജയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തന്നെ സമയം കണ്ടെത്തുക. നമ്മുടെ പിന്നെ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുക. പിന്നെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളതുപോലെ നമുക്ക് ഒരു ദിവസം അറിവ് നേടാനുള്ള തടസ്സങ്ങൾ, പല തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവും. ആ തടസ്സങ്ങളെ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മളത് പിന്നെ നമുക്ക് നേരിട്ടൊരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ചിലപ്പം പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മളെ ജോലി ആയിരിക്കാം, അതല്ലാതെ പേഴ്സണലി ആയിട്ട് ഇഷ്യൂകളായിരിക്കും. അപ്പോൾ എന്നാലും നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മളല്ലാതെ നമുക്ക് ഒരു ക്ലാസ്സിലൊന്നും നേരിട്ട് പോയിട്ടില്ലെങ്കിലും നമുക്കത് കിട്ടും, നമുക്ക് നേടാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്കത് ഓക്കെ ആയിരിക്കും, നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യണ്ടെങ്കിൽ ആഡ് ചെയ്ത്. എനിക്ക് താങ്ക് യു മാം. നല്ല സെഷൻ ആയിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ നമ്മള് ഡെയിലി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. നല്ലൊരു എല്ലാവർക്കും അറിയണം, പക്ഷെ നല്ലൊരു ഓർമ്മപ്പെടുത്തലായി. രാവിലെ എഴുന്നേറ്റാല് കുറച്ചൊരു 10 മിനിറ്റ് ഡെയിലി ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസത്തില് തന്നെ അത് ഒരുപാട് സമയം, അത് വർഷം നോക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഒരുപാട് ഡിഫറൻസുകൾ അവിടെ ഉണ്ടാവുന്നു. അപ്പൊ വലിയൊരു സ്കില്ല് നമ്മൾ ചെറിയ ഒരു ഇത് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ സ്കില്ലിൽ വലിയൊരു അറിവ് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നു. അതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ മോർണിംഗില്, അതുപോലെ നമ്മുടെ ലഞ്ച് ടൈമില് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്രമിച്ചാൽ നമുക്കൊണ്ട് നടക്കും. പക്ഷെ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനം. അത് ഇവിടെ മാമിനോട് ഓർമ്മപ്പെടുത്തി. എന്തായാലും വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു, പക്ഷെ ആ ഒരു വിഷമമൊന്നും ഇല്ലാതെ തന്നെ മാം അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സർ. നല്ല ടെൻഷനോടെയാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഓ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ സജിന മാമുമായിട്ട് നല്ല അടുപ്പാണല്ലോ പേരില് കേട്ടോ. അതുപോലെ നല്ല ചിരിച്ച മുഖാണ്. ഞാനിങ്ങനെ അതായത് നമ്മൾ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുക, മുഖവും ചിരി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മള് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോ സെക്കൻഡ്, അതായത് ഇപ്പൊ ഈ ഒരു ചിരിയിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ടല്ലേ, നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യമുണ്ട് അല്ലെ. ഒരു എന്തെല്ലാം ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും നമുക്കത് ഇത്രയും ഫീൽ ചെയ്തില്ല. നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു മുഖം കാണുമ്പോ തന്നെ. ഓക്കെ,
അപ്പൊ നമ്മള് വളരെ നന്നായിട്ട് മാം ക്ലാസ് എടുത്തു. പിന്നെ എത്ര നന്നായിട്ടാ പറഞ്ഞത് അല്ലെ, നമുക്ക് ഓഫീസിലൊക്കെ ആണെങ്കിൽ പോലും ലഞ്ച് ബ്രേക്കിന്റെ ആ ചെറിയ ടൈമിൽ പോലും നമുക്ക് നമ്മുടെ ടൈം നന്നായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക അല്ലെ. അതാണ് ധന്യം. നല്ല ക്ലാസ് ആയിരുന്നു മാം. എന്തായാലും നമ്മൾ ഉയർത്തുക, അതാണ് പ്രധാനം. എല്ലാ ക്ലാസ്സിൽ നിന്നും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലെ. ഫസ്റ്റ് ക്ലാസ് ആണെന്നൊന്നും ഇത്രയും ഫീൽ ചെയ്തില്ല. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ലൈഫിലെ ഇതുപോലെയുള്ള ജേർണീസ് ഒക്കെ നന്നായിട്ട് പോവുക. പിന്നെ കുഞ്ഞു വാക്കുകളിലൂടെയൊക്കെ പറഞ്ഞു തന്നു നല്ല ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളതായിട്ടും അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു എന്നും ആള് നല്ല ബോൾഡ് ആണെന്നും ഒക്കെ മനസ്സിലായി കേട്ടോ. താങ്ക് യു. നല്ല സ്വയം ബോൾഡാണെന്ന് അങ്ങനെയാണ് വിചാരിക്കുള്ളൂ. പക്ഷെ ഒന്നുമില്ലാന്ന് ഇപ്പൊ ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴാണ് മനസ്സിലാവുക. അല്ല, ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നമ്മൾ വലുതാണ് എന്നുള്ളതിന് തെളിവ്. നമ്മൾ ഒന്നുമല്ല എന്ന തിരിച്ചറിവാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളതിന് തെളിവ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോ വലിയ ആളാണെന്ന്. നമ്മൾ വലിയ ആളാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒന്നും അല്ല എന്ന്. അതെ. നമ്മൾ എപ്പോ തിരിച്ചറിയുന്നോ നമ്മൾ ഒന്നും അല്ല എന്ന്, ആ സമയത്താണ് നമ്മൾ ഏറ്റവും വലുതായിരിക്കുന്നത്. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സ്വപ്ന. വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ബോബി മാം പറഞ്ഞ മാതിരി ഐ തിങ്ക് എല്ലാവർക്കും അതേ അഭിപ്രായമായിരിക്കും. വളരെ പ്ലസന്റ് ആയിട്ടും എന്താ പറയാ, ഒരു ചെറിയ കോൺഫിഡൻസ് കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എക്സ്പീരിയൻസിന്റെ കുറവ് മാത്രം. അല്ലെങ്കിൽ യു ഡിഡ് വെരി വെൽ. പിന്നെ ഇതും ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. നമുക്ക് ഡെയിലി ലേണിംഗ് ആണ്. ലൈഫ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയണ മാതിരി ഗ്രൂപ്പിലോ എവിടെ ഇരുന്നാലും ഈ ലൈഫ് പറയണ ഒരു ടീച്ചർ നമ്മളെ ശരിക്കും മാറ്റി എടുക്കും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഞങ്ങളെ പോലെ യങ്സ്റ്റേഴ്സ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോ അപ്പ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് and best wishes from my side and do well. It was well presented, a topic. താങ്ക് യു മാം. ചന്ദ്ര മാമിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെയും പറഞ്ഞു, ആരോ എൻ്റെ അടുത്ത് ഡയറക്ട്ലി ചോദിച്ചു, സീന മാം ആണ് തോന്നുന്നു. ഞാൻ സീന മാമിനെ വിളിച്ചപ്പോ സീന മാം പറഞ്ഞു, മാം ഇവിടുത്തെ ആളല്ലേ ചോദിച്ചു. ഞാൻ എപ്പോഴും എന്നെ അഡ്രസ് ചെയ്യുന്നത് ഐ എം ഇന്ത്യൻ എന്നുള്ളത്, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പോ എന്റെ അപ്ബ്രിംഗിങ് കർണാടകയിലായിരുന്നു, അത് നോർത്ത് കർണാടക. കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ മലയാളം പഠിച്ചിരിക്കുന്നത്. സോ സ്വപ്ന മാം പോലെ എനിക്കും കോൺഫിഡൻസ് കുറവാണ്. കേരളത്തിൽ വന്നിട്ട് എനിക്ക് ഇപ്പോഴും കോൺഫിഡൻസ് ഇല്ല. ഏത് ക്ലാസ് എടുക്കണം പറഞ്ഞാലും മലയാളം അറിയണ്ടേ, മലയാളം അറിയില്ലല്ലോ. മലയാളം അറിഞ്ഞാൽ മാത്രം ബോണ്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയാലിറ്റിയാണ്. സോ ആ ഒരു കുറവ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ലൈഫ് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തതാണ്. താങ്ക് യു. എന്നാൽ മാമിന്റെ സംസാരം കേട്ടിരിക്കാൻ രസമാണ്. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും മാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു മാം. സ്വപ്ന വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആദ്യത്തെ ക്ലാസ് ആണ്. ടെൻഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ മനോഹരമായ ചിരിയിൽ കൂടി ആ ടെൻഷനൊക്കെ അലിയിച്ചു കളഞ്ഞു. വളരെ നന്നായിട്ട് നല്ലൊരു ടോപ്പിക്, സെൽഫ് എഡ്യൂക്കേഷനെ പറ്റി അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഒന്ന് ഓർമ്മിപ്പിച്ച് എടുക്കാനായിട്ട് വളരെ ഉപയോഗപ്പെട്ടു. പ്രത്യേകിച്ച് 10 മിനിറ്റ് 5-10 മിനിറ്റ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യവും അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും, പിന്നെ അത് കൂടാതെ അതൊരു ക്ലിയർ ആയിട്ട് ഗോള് സെറ്റ് ചെയ്ത് ടൈം ബൗണ്ട് ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്തിട്ട് അതൊരു ഹാബിറ്റ് ആക്കണമെന്നുള്ളതും ഒക്കെ നന്നായിട്ട് ഓർമ്മിപ്പിച്ചു. ശരിയാണ്, ശരിക്കും നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ ആ ഗോളിനെ വിട്ട് കളഞ്ഞിട്ട് മറന്നുപോയിട്ട് ഓരോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. നമ്മുടെ എഫർട്ട് അതിനകത്ത് ഇടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഗോള് മാത്രം സെറ്റ് ചെയ്യുകയല്ല, ഗോള് സെറ്റ് ചെയ്ത് എഫർട്ട് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുകയും അങ്ങനെ അതൊരു ആ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു ഹാബിറ്റ് ആയി കഴിയുമ്പോഴത്തേന് ചെറുതായിട്ടുള്ള സമയങ്ങളാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ സഫ്നയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ.
കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്തു വരും. യു ഹവ് ഡൺ എ ഗുഡ് ജോബ്. സോ എക്സലന്റ്. താങ്ക് യു. താങ്ക് യു മാം. സ്വപ്ന മാം ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ, അപ്പൊ ബാക്കി അടുത്ത ക്ലാസ് ഒക്കെ എങ്ങനെ ആയിരിക്കും? അപ്പൊ ഫസ്റ്റ് ക്ലാസ് അടുത്ത ക്ലാസ് എന്തായാലും ഒന്നുകൂടി ഉഷാറാക്കും. അതെ അതെ, കാരണം ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ എന്തായാലും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവൂല. ഞാനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര നെർവസ് ആയിട്ട് എന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ അത് അറിയാൻ പറ്റിയിരുന്നു പക്ഷേ ഫസ്റ്റ് എടുത്തപ്പോഴേ. പക്ഷേ സ്വപ്ന മാമിന്റെ എന്താ പറയാ, എല്ലാവരും പറഞ്ഞ പോലെ ആ സ്മൈലിലെല്ലാം അലിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരികയായിരുന്നു. ഞാൻ എന്താ അടുത്തത് പറയാന്ന് ഇങ്ങനെ ആലോചിച്ച് ചിരി വരികയായിരുന്നു. പക്ഷെ അത് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടാ. ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ സ്മൈലിലൊക്കെ പോയി. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്ലാസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആവും. പിന്നെ സ്വപ്നമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 15 മിനിറ്റ്സ് ആയാലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മളുടെയൊക്കെ പ്രശ്നം. മെയിൻ മോർണിംഗ് സർക്കിൾ തന്നെ എല്ലാവരും ഇപ്പൊ ഒരു ഹാബിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. എല്ലാവരും ഒരുവിധം എല്ലാവരും എടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യല്ലേ. അതെ, താങ്ക് യു. താങ്ക് യു മാം. അപ്പൊ അടുത്ത നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക് ആയിട്ട് വായോ. ഇൻഷാല്ലാ. ഹലോ മാം. ഹലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ ആക്ച്വലി എനിക്ക് ഞാൻ എടുത്തതുപോലെ ഫീൽ ലൈക്ക് മാമിന്റെ ആ ഒരു ടെൻഷൻ കാര്യമെല്ലാം ഞാൻ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുപോലെ ഫീൽ ചെയ്തു. ഞാൻ എടുക്കുമ്പോൾ എനിക്കിതുപോലെ മീൻസ് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറെ ചിരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നമ്മളെ ഒരു സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മാം പറഞ്ഞ ആക്ച്വലി നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു ജേണി. മാം പറഞ്ഞല്ലോ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇന്ന് ചെയ്തതുപോലെ തന്നെ ആസ് യൂഷ്വൽ നാളെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഒരു ബ്ലെസ്സിങ് ആണ് ആക്ച്വലി. അത് മാം എന്തായാലും പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ടൈം മുതൽ ഇതിനേക്കാൾ നന്നായിട്ട് എടുക്കാൻ സാധിക്കട്ടെ. ആൻഡ് യുവർ വേർഡ്സ് മെയിൻ മീ എന്താ പറയാ, ഭയങ്കരമായിട്ട് രാവിലെ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ വേറെ തന്നെയാണ്. ഇപ്പോഴത്തെ എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് വേറൊരാൾ നമ്മളിലൂടെ നമുക്കത് പറഞ്ഞു തരുമ്പോൾ കിട്ടുന്നത് ഭയങ്കര നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ്സ് ഇൻ എൻ്റയർ ലൈഫ് നോ. അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ്, പക്ഷെ അത് വേറൊരാൾ മോർണിംഗിൽ നമ്മളിലോട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ ആണ്. സോ ട്രൂലി ഹോണസ്റ്റ്ലി ഭയങ്കര ഒരു റിമൈൻഡർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം. നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി ഇങ്ങനെ നോട്ടൊക്കെ തയ്യാറാക്കി പോയിന്റുകളൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ നോക്കി അത് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം നോട്ടിലേക്കൊന്നും നോക്കുമ്പോൾ കണ്ണ് തന്നെ കാണുന്നില്ല. വീഡിയോക്കിലേക്ക് നോക്കിയാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് വെച്ച് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എനിക്കത് മാം എടുക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് സെഷനെല്ലാം എടുത്തത് മീൻസ് ജസ്റ്റ് ഒരു ഫ്ലാഷിംഗ് പോലെ ഇങ്ങനെ പോയി. നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ആവുമ്പോൾ വരുന്നൊരു ഡിഫിക്കൽട്ടിയാണ്. യു വിൽ ബി ഓക്കെ നെക്സ്റ്റ് ടൈം. താങ്ക് യു. അതെ, നമ്മൾ വിചാരിച്ചതൊന്നും പറയാൻ പറ്റില്ല അല്ലെ. സത്യം, വിചാരിച്ച ഒന്നും അങ്ങോട്ട് വരില്ല. ഇന്നലെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കുറേ അരമണിക്കൂറിൽ കുറേ നേരം ഞാൻ ക്ലാസ് എടുത്തിരുന്നു. പ്രാക്ടീസ് ചെയ്ത് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 15 മിനിറ്റ് പോലും എനിക്ക് നന്നായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എനിക്ക് മറന്നു പോവുക, ആ ഒരു പോയിന്റുകൾ മറന്നു പോവുക. നോട്ട് ബുക്കിലേക്കൊന്നും നോക്കാനൊന്നും പറ്റുന്നില്ല. നോക്കിയിട്ടാ കിട്ടുക, എല്ലാം കൂടി ഇങ്ങനെ കൂടിക്കലർന്നൊക്കെയാണ് കാണുന്നത്. പിന്നെ കൈ വെച്ചാണ് എൻ്റെ എക്സ്പ്രഷൻ വേറെ ഒന്നും ഇല്ലെങ്കിലും കൈ വെച്ചാണ് പണി. അതിലാണ് എൻ്റെ കോൺഫിഡൻറ്റ് മുഴുവൻ കൊണ്ടുവന്നത്. ഗുഡ് മോർണിംഗ് മാം. ഹലോ, നല്ല സെഷൻ ആയിരുന്നു. നല്ല സെഷൻ ആയിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തത്? മാം പറഞ്ഞ ആണെന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഓഫീസുള്ള ദിവസമാണ്. എന്താണ് നല്ല സെഷൻ ആയിരുന്നു. മാം പറഞ്ഞ കാര്യം എല്ലാ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ? ബെറ്റർ വേർഷൻ ഓഫ് us. എന്നാലേ നമുക്ക് കോമ്പറ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും. അപ്പൊ എല്ലാ ദിവസവും 15 മിനിറ്റ് പഠിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ മാം പറഞ്ഞൊരു കാര്യം എനിക്ക് നല്ലോണം സ്ട്രൈക്ക് ചെയ്ത്, നമ്മളെ കുറിച്ചും പഠിക്കണം. നേരത്തെ ചന്ദ്ര മാം ആണെന്ന് തോന്നുന്നത്, അതോ ബോബി മാം ആണോ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മളെല്ലാം തികഞ്ഞു എന്ന് തോന്നുന്ന ദിവസം നമ്മൾ ഈ പഠനം എല്ലാം നിർത്തും. അപ്പം അങ്ങനെ ചിന്തിക്കരുത്. എല്ലാ ദിവസവും നമ്മൾ തന്നെ സ്വയം അപ്ഗ്രേഡ് ആവാനായിട്ട് നോക്കുക. സെഷൻ എടുക്കുന്നത് ഞാൻ എന്റെ ആദ്യത്തെ 2 സെഷനും ക്യാമറ ഓൺ ആക്കി അതാണ് എടുത്തിരുന്നത്. രചന മാം എന്റെ അടുത്ത് പറഞ്ഞു ക്യാമറ ഓൺ ആക്കണത്. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക്
ക്യാമറ ഓൺ ആക്കിയാൽ പറയാനുള്ളതൊന്നും വരില്ല. ആക്കിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ സെഷനിലാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. അപ്പം അതൊക്കെ അങ്ങ് ശരിയാവും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത്രയും നല്ല ഓഡിയൻസിന് നമുക്ക് ഉണ്ടല്ലോ, എല്ലാം മനസ്സിലാവുന്ന, നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ് ഇതിലും ഉഷാറാക്കാം. അതെ നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ നമുക്ക് എന്താ പറയാ ഒരു ബെല്ലാണ്. ചന്ദ്ര മാം, അതുപോലെ ബോബി മാം, സൂസൻ മാം ഒക്കെ കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷാണ്. അവരൊക്കെ ഇത്രയും ഒരു എന്തെങ്കിലും ഈ ഒരു രാവിലെ എഴുന്നേറ്റൊക്കെ അതൊക്കെ നമുക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അതെ, എനിക്ക് സൂസൻ മാമിനെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് പണ്ട് സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വരാ, ടീച്ചേഴ്സിനൊക്കെ ഓർമ്മ വരാ. ഇപ്പത്തെ ഞാനത് ആലോചിക്കലുണ്ട്. ടീച്ചേഴ്സ് ആണെന്ന് തോന്നൂല. കാരണം നമ്മളെ പോലെ എന്നെ പോലെ ഒരു ചെറിയ ചെറിയ കുട്ടികളൊക്കെ വന്ന് ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സ് അങ്ങനെയാ സ്കൂളിൽ പോയാല്. ഒരു ടീച്ചർ നമ്മൾ പഠിച്ച കാലത്തുള്ള ടീച്ചേഴ്സിനെയും അവരുടെ ആ ഒരു ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളണമെങ്കിൽ അത് ചിലരിൽ മാത്രമേ കിട്ടുള്ളൂ. ഞാനൊരു പ്രായമായി, അതാണ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറും കൂടെ ആണ്. അപ്പൊ അത് പറഞ്ഞത് നന്നായി. താങ്ക് യു. കാണുമ്പോ അങ്ങനെ എന്തായാലും ഒരു ഫീൽ ഉണ്ട്. അതാ, സൈക്കോളജിസ്റ്റ് എന്നുള്ള അല്ലാതെ റിട്ടയർഡ് ടീച്ചർ എന്നുള്ള ആ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോ അത് പലരും പറയാറുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ളത്. അത് സപ്നയ്ക്കും മനസ്സിലായെന്ന് കേട്ടത് സന്തോഷം. ടീച്ചറിനുള്ള ആ ഒരു ഇത് വലിയ തന്നെയാണ്. കാരണം അതുപോലെ വേറെ ആർക്കും പറ്റില്ല. ടീച്ചർമാരുടെ കഴിവ് അത് വേറെ തന്നെയാണ്. അതെ ടീച്ചറാവാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. സത്യാണ്. അപ്പൊ മാം ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ ടീച്ചേഴ്സിനെയും പഴയ ക്ലാസ് റൂമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോഴേ. പണ്ട് ടീച്ചേഴ്സ് അങ്ങനെ ക്ലാസ് എടുപ്പിക്കും. നമ്മളിപ്പോ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി വിഷയങ്ങളൊക്കെ ആകുമ്പോൾ ഓരോ ഭാഗം തന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയും. ടീച്ചർ മുന്നിൽ പോയിട്ട് നടുവിൽ ഇങ്ങനെ പോയിട്ട് ഇരിക്കുകയും ചെയ്യും. ടീച്ചറെ മുഖത്ത് നോക്കുമ്പോഴേ നമുക്കുള്ള പേടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും പോലെ ഞാൻ സൂസൻ മാമിനെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, ക്ലാസ് ടീച്ചർ ഇരിക്കും പോലെ. അയ്യോ, ഞാൻ പേടിപ്പിച്ചെന്ന് പറയല്ലേ. ഇല്ലല്ല, പേടിച്ചിട്ടല്ല, ആ ഒരു ഓർമ്മയിലേക്ക് വന്നു അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനൊന്നും പേടിയൊന്നുമില്ല കേട്ടോ ടീച്ചേഴ്സിനൊന്നും. പിന്നെ നമ്മൾ അവരുടെ ഒരാളായി മാറാന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതെ, പേടി അങ്ങനെ. നമ്മൾ 90s ലാസ്റ്റ് പറയുകയാണെങ്കിൽ 90s ആളുകാർ ആയിരിക്കും അങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ പേടിച്ച് പഠിച്ചു വന്നവര്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ പേടിക്കണം. കാരണം നമ്മൾ പറയുന്ന വാക്കുകളും പഠിപ്പിക്കുന്നതും എല്ലാം നമ്മൾ പേടിക്കണം. കാരണം സ്റ്റുഡൻസ് എങ്ങനെ നമ്മളോട് പ്രതികരിക്കും എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ പണ്ടങ്ങനെ നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലല്ലോ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് പറയുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വലിയ സ്ഥാനങ്ങളിലാണ്. ഞാൻ എൻ്റെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ പോയി കാണാറുണ്ട്. നാട്ടിൽ പോകുമ്പോൾ എല്ലാരെയും കാണാറുണ്ട്. ഒരുപാട് ചെറുപ്പത്തിൽ പഠിപ്പിച്ച 1, 2 അങ്ങനെ LP പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണുമ്പോൾ വലിയ സന്തോഷാണ്. സാറെന്താ പിന്നെ പറഞ്ഞത്? കുറച്ചു നേരം സംസാരിച്ചപ്പം ആ ടെൻഷനൊക്കെ പോയല്ല ഇപ്പം. ഇപ്പൊ ടെൻഷനൊക്കെ പോയി, ഫ്രീ ആയി. ഞാൻ ഫസ്റ്റ് ടൈം ടെൻഷൻ വന്നൊക്കെ സ്റ്റക്ക് ആയിപ്പോ. സത്യം, ഞാൻ ഓർമ്മ ക്ലാസ് വരുന്നില്ല. ഞാൻ എടുക്കുന്നതിനിടയിൽ അങ്ങനെ ഒന്നിരുന്നതാണ് സ്റ്റക്കായി പോയി. ഞാൻ ഫസ്റ്റ് ടൈം ക്ലാസ് എടുത്തപ്പോ ഭയങ്കര പ്രിപ്പറേഷൻ ആയിരുന്നു. പ്രിപ്പറേഷൻ കൂടി പച്ചവെള്ളം പോലെ എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ 1 മണിക്കൂറിന്റെ ക്ലാസ് ഞാൻ 1.5 മണിക്കൂർ എടുത്തത്. വലിയ കാര്യല്ലേ. നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 മണിക്കൂറുള്ള സമയം. പക്ഷെ ഞാൻ എന്താ പറയാ, പ്രിപ്പറേഷൻസ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിട്ടാണ്. 1 മാസം മുമ്പേ തുടങ്ങി പ്രിപ്പറേഷൻ. 1 മണിക്കൂർ ഇരിക്കുന്ന ആൾക്കാർ 1.5 മണിക്കൂർ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമാണ്. മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് മാം ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ വന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ മുഴുവൻ ആ ചിരി കൊണ്ട് മറച്ചിട്ട് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സാർ അവിടെ ഇരുന്നെല്ലാം ഊറ്റി വലിച്ചെടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇല്ല, വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈമിൽ ക്ലാസ് എടുക്കുക, ഇപ്പൊ അബ്ദുറഹ്മാൻ സാർ പറഞ്ഞു ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണ്. എന്നുവെച്ചോ നെഞ്ചക്കിനെ പടപടായി ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ സാർ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ക്ലാസ് എടുക്കാന്ന് പറയുന്നത് എക്സ്ട്രാ ടാലന്റ് ആണ് ശരിക്കും ഫസ്റ്റ് ടൈം. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം ആ പേടി വരെ പോയി. എന്ന് വെച്ചാല് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയർ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റാർട്ടിങ് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് അത് മാറുക, സ്റ്റേജ് ഫിയർ.
അതെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന എല്ലാവർക്കും പേടിയുണ്ടാവും. പിന്നെ നമ്മള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വന്ന് നിന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അത്ര പേടിയൊന്നുമില്ല. ചെറിയ കുട്ടികൾ വരെ ഓടിപ്പോയി സ്റ്റേജിൽ ഇരുന്ന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും എല്ലാത്തിനും ഫുൾ ഫ്രീ ആയിട്ടാണ് ഇപ്പൊ പിള്ളേർ സ്റ്റേജിൽ കയറുന്നത്. എന്റെ കൊച്ചിനെ എനിക്ക് തോന്നണേ ഞാനൊക്കെ സ്റ്റേജിൽ കയറിയേക്കണത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ഒരു പാട്ട് പാടാനായിട്ട് കൂടെ പോയിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. ഇത് എന്റെ കുട്ടി ചെറിയ കുട്ടി 4 വയസ്സുള്ള കുട്ടി എല്ലാ പ്രോഗ്രാമിനും സ്കൂളിൽ പങ്കെടുക്കുക. എനിക്കപ്പോ ടെൻഷനാവും. അതായത് അസംബ്ലിക്കൊക്കെ ഫ്രണ്ട് ചെയ്തിട്ട് പ്രതിജ്ഞ ചോറൊക്കെ പറഞ്ഞു കൊടുക്കാൻ വരെ ആശാൻ ഓടി ചെല്ലാണ്. ആര് പറയുന്നു പറയുമ്പോഴേക്കും ആശാൻ ഓടി ചെന്നിട്ട് പറയാ. ഒരു പേടിയില്ല. ഞാൻ എന്തോ അവന്റെ ഒരു ദിവസം ഞാനേ വീട്ടില് ഞാൻ തിരിച്ചിങ്ങോട്ട് വണ്ടിയിലേക്ക് പോരുന്ന സമയത്ത് എന്റെ പേഴ്സ് നോക്കിയിട്ട് കാണില്ല. അപ്പൊ ആശാൻ ഞാൻ പേഴ്സ് അവൻ ഒളിപ്പിച്ചു വെച്ചു, ഞാൻ പോരാതിരിക്കാൻ വേണ്ടിട്ട്, വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ പേഴ്സ് എവിടെ നോക്കിയിട്ട് കാണേണ്ട ഒരു രക്ഷയില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അവന്റെ സ്കൂളിലേക്ക് ചെന്നു. അപ്പൊ നോക്കിയപ്പോ ആശാൻ അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും പ്രതിജ്ഞ ചൊല്ലി കൊടുക്കാണ്. ഒരു ടെൻഷനും ഇല്ല, ഒരു ഇതുമില്ല. അത് കഴിയുന്ന വരെ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ചോദിച്ചു അവനെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം പറഞ്ഞു തന്നത്. അപ്പൊ പറയുന്നത് വെച്ചാൽ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് ക്ലാസ് എടുത്തു, അടിപൊളിയായിട്ട് എടുത്തു. പിന്നെ ഇനി നെക്സ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ അടിപൊളിയാക്കി എടുക്കാം എന്നുള്ള കോൺഫിഡൻസ് ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ട്. ഈ സെൽഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് ക്ലാസ് എടുത്തേക്കുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടു നെക്സ്റ്റ് ലെവൽ. താങ്ക് യു. താങ്ക് യു സാർ. സാറ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പം ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്നതിനോ കുറെ ആളുകളോട് പുറമേ നിന്ന് സംസാരിക്കുന്നതിനോ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കുറച്ച് ആളുകളുടെ മുമ്പിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അത് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ഇത്രയും കാലം നമ്മളെ പറ്റി വിചാരിച്ചിരുന്നതൊന്നും അല്ല നമ്മൾ എന്നുള്ളത്. ആ ഒരു റിയലൈസേഷൻ അപ്പോഴാണ് വരിക. പക്ഷെ പിന്നെ അത് ശരിയാവും, ഇനി ഇമ്പ്രൂവ് ചെയ്യും. ടെൻഷനൊക്കെ മാറിക്കഴിയുമ്പോ ഈ പറയുന്ന പോലെ നമുക്ക് കറക്റ്റ് പോയിന്റ്സ് എല്ലാം കിട്ടും, പറയാൻ ഉദ്ദേശിച്ചതൊക്കെ കിട്ടും. ടെൻഷൻ വരുമ്പോഴാണ് സ്റ്റക്ക് ആവുന്നത്. ഞാൻ ഓൾറെഡി എല്ലായിടത്തും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കും, ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാതെ ഇരിക്കും ഞാൻ എല്ലായിടത്തും. അപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ ചിലരൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ വിചാരിക്കും ഞാൻ എന്തോ വലിയ ഉദ്യോഗസ്ഥയാന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ. പക്ഷെ ഒന്നുമല്ല എന്ന് അവർക്കറിയില്ല. എൻ്റെ ഇരുത്തം കണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്, എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോന്നൊക്കെ. പക്ഷെ അന്നും ഞാൻ ഒന്നും വർക്ക് ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കണൊക്കെ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടാ. അൻസാർ സാർ പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പിന്നെ ടീച്ചേഴ്സൊക്കെ മിക്കവാറും എല്ലാവരെയും എല്ലാ പ്രോഗ്രാമിലൊക്കെ പങ്കെടുപ്പിക്കും. പക്ഷെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടും. ഭയങ്കര പാട്ടുകാരിയൊന്നും അല്ല കേട്ടാ. അപ്പൊ സ്കൂളിൽ പ്രയറിലൊക്കെ ഉണ്ടാവുമല്ലോ, നാഷണൽ ആന്തം, അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അത് ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചിട്ടാണ്. പിന്നെ സ്കൂളിൽ ഇങ്ങനെ സ്റ്റേജിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. പക്ഷെ ഞാൻ പാട്ട് അത്യാവശ്യം പാടും. പക്ഷെ സ്റ്റേജിൽ കയറാനുള്ള പേടി കാരണം കൊണ്ട് ഇതുവരെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴോ ഒന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കതൊരു ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നു. കാരണം അന്നൊക്കെ അന്ന് ഇതാണ് സ്റ്റേജ് ഫിയർ ആണ് മെയിൻ പ്രശ്നം. ആരുമില്ല അല്ലേ, നമ്മളെ അങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാനും ആരില്ല. ഇന്ന് ഇഷ്ടം പോലെ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും അതന്നെ കഴിവുകൾ ഉണ്ടെന്നും അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുകയും ചെയ്യിപ്പിക്കും. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നും. വേറെ കുട്ടികളൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ പാട്ട് പാടാൻ കാണുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണം, എന്തെങ്കിലും പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് കയറാൻ പേടിയിരുന്നു. അതായിരുന്നു എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഇങ്ങനെ അൻസാർ സാർ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ അത് ഓർക്കായിരുന്നു. പലപ്പോഴും യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് പാടാൻ പറ്റണില്ലല്ലോ, എനിക്ക് പേടിയായിട്ടാണ് സ്റ്റേജിൽ കയറാൻ. അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കണ അതൊക്കെ ഭയങ്കര ഒരു നേട്ടം തന്നെയാണ്. അങ്ങനെ എടുക്കാൻ പറ്റണൊക്കെ വിംബിൾ അക്കാദമിയിൽ വന്ന ശേഷം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയത്. അതിനെ ഞാൻ പറഞ്ഞു, വിംബിൾ അക്കാദമിയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മളെ സെൽഫ് എഡ്യൂക്കേഷൻ തന്നെ വലിയൊരു ഉദാഹരണമാണ് വിംബിൾ അക്കാദമി. നമ്മൾ പഠിക്കുന്ന ഈ കരിക്കുലത്തിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എല്ലാം ഒരേപോലെ വാല്യൂഡ് ആണ്. അതുകൊണ്ട് കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്.
അതെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അത് അന്ന് വിളിക്കുന്നതിന് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റി എന്നല്ലേ. അത് നമ്മളെ പഠനത്തിന്റെ ഭാഗമല്ല, അതിന്റെ അധികമായിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു, ഉണ്ടാവും വേണമെങ്കിൽ ഈ ചെയ്തോളൂ എന്നുള്ള. അതെ അതെ, പഠനം മാത്രല്ലല്ലോ, ഇപ്പൊ കുറേ പ്ലാറ്റ്ഫോമുകൾ, അസംബ്ലി പെർഫോമൻസ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികൾ സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ, പിന്നെ വീടുകളിലായാലും ഇപ്പോ ഫാമിലി മീറ്റപ്പ് അതിനൊക്കെ പ്രോഗ്രാമുകൾ, ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റീസും പ്ലാറ്റ്ഫോമുകൾ അവരുടെ കോൺഫിഡൻസ് കൂടാനൊക്കെ ഉള്ളതിൽ കിട്ടുന്നുണ്ടല്ലോ. നമ്മളതൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പാട്ട് പാടും തന്നെ പലർക്കും അറിയൂലായിരുന്നു. മീൻസ് വീട്ടിലൊക്കെ ഉള്ളവർക്ക് അറിയാം, വീട്ടിൽ നിന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ ഇത് ചെയ്യൂലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കുട്ടികളെയൊക്കെ പറയാലോ, ഇവർക്ക് ഭയങ്കര നാക്കാണ്, വലിയ വർത്താനാണ്, വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെയാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നു നമ്മൾ സത്യത്തിൽ നമ്മളെ ആ ഒരു ഏജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇവരാണ് കറക്റ്റ്. നമ്മളായിരുന്നു സത്യത്തില് ആരോടും പെരുമാറാതെ, ആരോടും മിണ്ടാതെ നടന്നിരുന്നത്. ഇപ്പൊ അത് ശരിയായി, പക്ഷെ നമുക്കതൊരു എന്തോ മോശമായിട്ടാണ് തോന്നുന്നതെന്ന് മാത്രം. നമ്മളത് ചെയ്യാത്തത് കാരണം. എന്തായാലും താങ്ക്സ് അഗൈൻ. അത് വേറെ കാര്യമുണ്ട് സാറേ. അതായത് എല്ലാ കുട്ടികളും ഒരുപാട് പവറുമായിട്ടാണ് ശരിക്കും അവർ ജനിച്ചു വീഴുന്നത്. ഈ പവർ ഓഫ് ഇന്നസെൻസ് എന്നൊക്കെ പറഞ്ഞത് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എല്ലാ കുട്ടികൾക്കും ഉണ്ട് പവർ ഓഫ് ഇന്നസെൻസ്. എല്ലാവരും നിഷ്കളങ്കമായിട്ട് ഓപ്പൺ ആയിട്ട് ഉറക്ക എല്ലാവരോടൊക്കെ സംസാരിക്കും. നമ്മളെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നാൽ പോലും നല്ല ഉറക്കൊക്കെ സംസാരിക്കും, അവരുടെ വിഷയവും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇത് നമ്മള് തന്നെ നമ്മുടെ വീട്ടിലുള്ള പാരന്റ്സ് തന്നെ ചില കാര്യങ്ങൾ അവർ ഒച്ചിട്ട് സംസാരിക്കുമ്പോ ഒക്കെ അവരെ അടക്കി നിർത്തും, ഷൗട്ട് ചെയ്തിട്ടൊക്കെ നിർത്തും. അപ്പൊ അതിൽ നിന്ന് പേടിച്ചാണ് ഈ കുട്ടികളുടെ ഇതുപോലുള്ള കഴിവുകളൊക്കെ നഷ്ടപ്പെടുന്നത്. പിന്നീട് അവര് കുറച്ച് വലുതായി വരുന്നതോറും നമ്മൾ അവരെ ഷൗട്ട് ചെയ്ത് അവിടെ അടിച്ചിർത്താൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നീ പോ, അവിടെ നിന്ന് നീ അങ്ങോട്ട് മാറിക്ക്, കുട്ടികൾ അങ്ങോട്ട് പോയേ എന്നൊക്കെ പറയുമ്പോ ഇവര് ഇതിൽ നിന്നൊക്കെ അങ്ങോട്ട് പതിയെ നമ്മുടെ വീട്ടിൽ വരുന്ന റിലേറ്റീവ്സിൽ നിന്നൊക്കെ പതിയെ സംസാരിക്കുന്നതിനൊക്കെ അവരകലും. ഒരുപാട് കഴിവുകളുണ്ട് ശരിക്കും കുട്ടികൾക്ക്. അത് ഒക്കെ നമ്മൾ പേരൻസ് അത് വളർത്തിയെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് റെഡി ആവുന്നത്. അതല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പേടിച്ചൊക്കെ ഇങ്ങനെ പതിയെ പിന്നോക്ക് വരും. അതങ്ങനെ തന്നെയാണ്. ട്രെയിനിങ് ആണ് ബെറ്റർ. നമുക്ക് നമ്മുടെ ആ ഒരു സമയത്ത് പ്ലാറ്റ്ഫോമുകൾ കുറവായിരുന്നു, ട്രെയിനിങ് കുറവായിരുന്നു, പിന്നെ ആരും ഒന്നിനും മുന്നോട്ട് വരില്ല, വീട്ടിൽ നിന്നും സപ്പോർട്ടും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ സപ്പോർട്ട് എല്ലാവരും ഒന്നുമില്ല, പക്ഷെ ചെയ്യാത്തവരില്ല, ചെയ്യുന്നവരുണ്ടാവും. അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ കിട്ടാതിരുന്നതാണ് നമ്മുടെയൊക്കെ കഴിവുകൾ കുറേയൊക്കെ പുറത്ത് വരാതെ ഇങ്ങനെ ഉള്ളോട്ട് പോയതെന്ന് തോന്നുന്നു. ഇപ്പം പ്ലാറ്റ്ഫോമുകൾ കിട്ടിയപ്പോൾ ഓരോരുത്തർ കയറി പോവാണ്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഇൻട്രോവേർട്ടായിട്ട് ബാക്ക് ബെഞ്ചിൽ മിണ്ടാതെ ഇങ്ങനെ മൂലയിലിരിക്കുന്ന കുട്ടികളുണ്ടാവും, 1-2 കുട്ടികൾ ഉണ്ടാവും. പക്ഷെ ഇന്നൊക്കെ അവരെ കാണുമ്പോണ്ടല്ലോ നമ്മളെങ്കായും അന്ന് ഞാനൊക്കെ ക്ലാസ്സിൽ ഫുൾ എനർജി, ഫുൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ആളായിരുന്നു. എല്ലാവരുടെ ഇടയിലും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് 1-2 പേര്, ഞാൻ എല്ലാവരുടെ ഇടയിൽ ബെസ്റ്റായിട്ട് നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇൻട്രോവേർട്ടായിരിക്കുന്ന കുട്ടികളോട് അവർക്ക് എന്നോട് കൂടുതലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 പേര് ഇപ്പം അടുത്ത് ഞാൻ കണ്ടപ്പോൾ അവരൊക്കെ വലിയ പൊസിഷനിലെത്തി. അപ്പോൾ അന്ന് അവരുടെ പേടി, അവർ മിണ്ടാതെ മൂലയിലിരുന്നു. ഇപ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അവരൊക്കെ മുന്നോട്ട് വന്നു. അപ്പം അന്നേ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ നല്ല നിലയിലൊക്കെ എത്തുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതാണ്, പ്ലാറ്റ്ഫോമുകൾ കൂടുതലാണ്, അറിവ് കൂടുതലാണ്. എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് ആരും പഠിപ്പിച്ചു തരണ്ട, ഫോണിൽ തന്നെ ഉണ്ട്, എല്ലാം നമുക്ക് കിട്ടും. പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്ന ഒരൊറ്റൊരു കാര്യം മാത്രം മുന്നോട്ട് എടുക്കാനുള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? ആരില്ലാന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മാം? നമ്മുടെ മോർണിംഗ് സർക്കിളിലായാലും കുറെ പേര് ഇങ്ങനെ എല്ലാം കേട്ട് മാത്രം ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണം എല്ലാവരും. അറിവുകളൊക്കെ ഇങ്ങനെ ശേഖരിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അറിവുകൾ. അപ്പൊ എല്ലാവർക്കും പലർക്കും നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള അറിവുകൾ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരുടെ ഫീഡ്ബാക്കുകളും കമന്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണം. മോർണിംഗ് സർക്കിൾ അടിപൊളിയാക്കണം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.